എൽ ക്ലാസിക്കോ ബാഴ്സലോണ തൂക്കി. ബാഴ്സലോണ 29ാമത് ലാലിഗ തൂക്കിയിരിക്കുകയാണ്. ബാഴ്സലോണ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയത്. മത്സരം എങ്ങനെയുണ്ടായിരുന്നു എന്ന് നോക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നമ്മൾ സ്ഥിരം വീഡിയോസ് ഒക്കെ ഇടുന്നതാണ്. അപ്പോൾ മത്സരത്തെ കുറിച്ച് പറയുമ്പോൾ കിടിലം കളി, വേറെ ലെവൽ കളി എന്ന കാര്യം പറയുന്നുണ്ടെങ്കിൽ അവർ ഈ കളി കണ്ടിട്ടില്ല, അത്ര എനിക്ക് പറയാനുള്ളൂ. ഒരു എൽ ക്ലാസിക്കോ മാച്ച് ഞാൻ കുറേ എൽ ക്ലാസിക്കോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഹാൻസി ഫ്ലിക്ക് വന്നതിന് ശേഷം, അതായത് കഴിഞ്ഞ 2 സീസണുകളായിട്ട് നടന്നിട്ടുള്ള എൽ ക്ലാസിക്കോയിൽ വെച്ച് ഏറ്റവും മോശം എൽ ക്ലാസിക്കോ ഇതായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻ കാണാം. അതായത് റയൽ മാഡ്രിഡ് എന്ന ടീം ഈ മാച്ച് ജയിക്കണമെന്ന് ഒരു രീതിയിൽ അവർക്ക് ഒന്നുമില്ല. അവർക്ക് ജയിക്കണമെന്നേ ഇല്ല. അവർക്ക് എങ്ങനെ കളി തീർക്കുക, മാഡ്രിഡിലേക്ക് പോവുക, അതാണ് അവരുടെ ഒരു മെന്റാലിറ്റി. എന്താണ് പറ്റിയെന്ന് അറിയാൻ മേല. നോർമലി ടീമിൽ കുറെ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ വിടുക. പരിക്കുണ്ട്, പിന്നെ അറിയാലോ ഇടിയും ആടിയും ചവിട്ടൊക്കെ നടക്കുന്നു. അപ്പോൾ അതൊക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണോന്ന് അറിയാൻ മേല. ഈ ഒരു മാച്ച് ജയിക്കണമെന്ന് ഒരു രീതിയിലുള്ള ഒരു ഇന്റൻഷനും അവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും കളി തീർക്കുക, എങ്ങനെയും വീട്ടിൽ പോവുക എന്ന ആ ഒരു മെയിൻ സെറ്റിലാണ് അവർ കളിച്ചത്. സെക്കൻഡ് ഹാഫിലൊക്കെ ആകെ ഒരു ഓൺ ടാർഗറ്റ് ഷൂട്ടാണ്, ഈ മാച്ചിലെ ആകെ ഒരു ഓൺ ടാർഗറ്റ് ഷൂട്ട് എന്നാണ് അടിച്ചിട്ടുള്ളത്. അതായത് ഒന്നുമില്ല. എന്താ പറയാ, എന്ത് പറയാനാണ് ഈ ഒരു ഗെയിമിനെ കുറിച്ച്. അതേസമയം ബാഴ്സയെ സംബന്ധിച്ച് ബാഴ്സ ഫസ്റ്റ് ഹാഫിൽ 2 ഗോളിന്റെ ലീഡ് നേടി. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ കുറെ അറ്റാക്ക് എല്ലാം ബാഴ്സ ചെയ്തു. റയലും ചെയ്തിരുന്നു കുറെ അറ്റാക്കൊക്കെ. ബാഴ്സ കുറെ നല്ല ചാൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുത്തു. പക്ഷെ ബാഴ്സയുടെ ഭാഗത്തു നിന്നും നമുക്കൊരു നല്ലൊരു കളി കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് എൻ്റെ ഒരു നിലപാട്. നമ്മൾ ഈ ഒരു സീസണിൽ ബാഴ്സയുടെ റയലിന്റെ മാച്ച് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ. എൻ്റെ ചാനലിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കുറേ മാച്ചിന്റെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാഴ്സയെ സംബന്ധിച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ബാഴ്സലോണ ഫാൻസ് ആയിട്ടുള്ള നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 100% എഫേർട്ട് ഇട്ട് ബാഴ്സ ഈ മാച്ച് കളിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. ബാഴ്സ 100% എഫേർട്ട് ഇട്ട് കളിച്ചിരുന്ന ഈ മാച്ചിൽ 6-7 ഗോൾ ബാഴ്സ ചുമ്മാ ഈസി ആയിട്ട് അടിക്കുമായിരുന്നു. കാരണം റയലിന്റെ ഭാഗത്തൊന്നുമില്ല, റയലൊന്നും കാണിക്കുന്നില്ല. അവർ കുറച്ച് പാസ്സൊക്കെ ചെയ്യുന്നു, ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു. ബാഴ്സയെ സംബന്ധിച്ച് ബാഴ്സയും അതുപോലെ തന്നെയാണ്, അവരുടെ ആ ഒരു ലെവലിലാണ് ബാഴ്സയും കളിക്കുന്നത്. ഇതിനേക്കാൾ നല്ലൊരു ഗെയിമായിരുന്നു ഈ ഒരു എല്ലാവരും ഹറാം ബോൾ എന്ന് പറഞ്ഞ മറ്റേ അത്ലറ്റിക്കോ മാഡ്രിഡ് ആഴ്സണൽ മാച്ച്. ഇതിനേക്കാൾ നല്ല മാച്ചാണത്, അത് കണ്ടവർക്കറിയാം. ഞാൻ ഈ രീതിയിലാണ് എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ റിവ്യൂസ് പറയുന്നത്, ഈ രീതിയിലാണ് കേട്ടോ. അല്ലാതെ ടാക്ടിക്കലായിട്ട് പങ്കെടുക്കുക അങ്ങനെയൊന്നുമില്ല. ഞാനൊരു മാച്ച് കണ്ടു, അതെങ്ങനെ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ഈ ഒരു ചാനലിലൂടെ പറയുന്നത്. അപ്പോൾ മാച്ചിന്റെ ഫസ്റ്റ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ 9ാം മിനിറ്റിലാണ് ആ ഒരു ഗോൾ വരുന്നത്. ഫസ്റ്റ് ഗോള് റാഷ്ഫോർഡിന്റെ ഗോൾ. റാഷ്ഫോർഡ് ഒരു റൈറ്റ് ഫുട്ട് വെച്ചാണല്ലോ ആ ഗോൾ അടിക്കുന്നത്. ഞാനത് ഫസ്റ്റ് പോസ്റ്റ് അടിക്കുന്നാന്ന് വിചാരിച്ചു. ഫസ്റ്റ് പോസ്റ്റിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അവിടെ അടിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ആള് സെക്കൻഡ് പോസ്റ്റിലേക്ക് അത് വിട്ടു. വേറെ ലെവൽ സാധനം അത്. അത്രയും പൊക്കമുള്ള ടിബോട്ട് കോട്ടുവ ചാടിയിട്ടും ആൾക്കത് തൊടാൻ പറ്റുന്ന, ആളുടെ കൈയുടെ ആ ഒരു മേളിൽ കൂടെയാണ് അത് അകത്തേക്ക് പോകുന്നത്. തൊടാൻ പറ്റുന്നില്ല. ആ രീതിയിൽ പെർഫെക്റ്റ് ഫിനിഷാണ് ആൾ ചെയ്തത്. അതിനുശേഷം ബാഴ്സലോണ രണ്ടാമത്തെ ഗോള് ഡാനി ഓൽമോ. എന്റെ മനുഷ്യ, നിങ്ങൾ അവിടെ എന്താ ചെയ്തത്? എന്താ അത് ചെയ്തു വെച്ചിരിക്കുന്നത്? കിടിലം ബാക്ക് ഹീല്. ഒന്നാമതേ റയലിന്റെ ആ ഒരു ഡിഫൻസ് അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊരു വെള്ളത്തിൽ വരച്ച വര പോലത്തെ ഒരു ഡിഫൻസാണ്. അത് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഡിഫൻസാണ്. അത് മൊത്തത്തിൽ പൊളിച്ച് അടിക്കാൻ കൊടുത്തു. അതിനുശേഷം ഫിർമിനെ ആ ബോൾ എടുത്തു, ഫെറാൻ ആ ബോൾ എടുത്തു. ആള് ബ്രില്യൻ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തോളാം. ഞാൻ അടിച്ച് വെളിയിൽ കളയുന്നാണ് വിചാരിച്ചത്. സാധാരണ അങ്ങനെയാണ്, പക്ഷെ കിടിലനായിട്ട് ആള് ഫിനിഷ് ചെയ്ത്, വേറെ ലെവലായിട്ട് ആൾ ഫിനിഷ് ചെയ്തു. ആ ഒരു ഗോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ഡിഫൻസ് ഉണ്ടല്ലോ, അതായത് ഡിഫൻസിൽ എറിക് ഗാർസിയ ആദ്യം ബോൾ എടുക്കുന്നു, ആള് കുബാർസിക്ക് നൽകുന്നു. കുബാർസി ആ ഒരു ജെറാഡ് മാർട്ടിന് നൽകുന്നു. മാർട്ടിൻ കുറച്ചങ്ങോട്ട് മൂവ് ചെയ്തിട്ട്, വിങ്ങിലോട്ട് മൂവ് ചെയ്തിട്ട് മാർട്ടിനാണ് ഫിർമിൻ ആ ഒരു ബോൾ നൽകുന്നത്. ഫിർമിൻ ആ ബോൾ നൽകിയതിനു ശേഷം ഫിർമിൻ അവിടെ നിന്ന് കൊടുക്കുന്ന ഒരു ലോങ് ബോളാണ് ഡാനി ഓൽമു ടച്ച് ചെയ്ത് ബോക്സിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഫെറാൻ അത് ഫുള്ളായിട്ട് എടുത്ത് ഗോളാക്കി. ഈ ബാഴ്സയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ഫിർമിൻ ലോപ്പസ്, ഡാനി ഓൽമു, ഇങ്ങനത്തെ പ്ലേയേഴ്സാണ്. ഫിർമിൻ ലോപ്പസ്, ഡാനി ഓൽമു, റാഫീഞ്ഞ, ഇവരുടെ പൊസിഷൻ ഏതാ അറിയാൻ പാടില്ല. സെൻട്രൽ ഫോർവേഡ് പൊസിഷനിലുണ്ടോ? ഉണ്ട്. അറ്റാക്കിംഗ് മിഡാണോ? ആണ്. ലെഫ്റ്റിലാണോ? ഉണ്ട്. റൈറ്റിലാണോ? ഉണ്ട്. ഈ പൊസിഷൻ, അറ്റാക്കിങ്ങിലെ എല്ലാ പൊസിഷനും ഇവർ കവർ ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അറ്റാക്കിങ്ങിലെ ഓൾമോസ്റ്റ് എല്ലാ പൊസിഷനും
ഇവർ കവർ ചെയ്യുന്നുണ്ട്. ഇത് ഓപ്പോസിറ്റ് ടീമിനെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്. ആരെ മാർക്ക് ചെയ്യാനാ? വിങ്ങി കളിക്കുന്ന മിഡിൽ നിൽക്കുന്നു, മിഡിൽ കളിക്കുന്ന വിങ്ങി നിൽക്കുന്നു. അറ്റാക്കിങ് സെൻട്രൽ ഫോർവേഡ് അറ്റാക്കിങ് മിഡ് പൊസിഷനിൽ ഇരിക്കുന്നു, അറ്റാക്കിങ് മിഡിലുള്ള ആള് സെൻട്രൽ ഫോർവേഡായിട്ട് മാറി നിൽക്കുന്നത്. അപ്പോൾ ഇത് മാർക്ക് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരുടെ ഈ ഗെയിം സ്റ്റൈൽ വെച്ചിട്ട്. ബാഴ്സയെ സംബന്ധിച്ച് ബാഴ്സയ്ക്ക് ഫസ്റ്റ് ഹാഫിൽ ഈ ഒരു ഗെയിമിൽ കൂടുതൽ ഗോൾ അടിക്കാൻ ആ ഒരു മെന്റാലിറ്റിയിലായിരുന്നു ബാഴ്സ കളിച്ചിരുന്നത്. അവർ 2 ഗോൾ നേടി. അതിനുശേഷം അവസരങ്ങളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഇടയ്ക്ക് 2 അടി നടന്നു, ചെറിയ രീതിയിലുള്ള കശപിശ. അപ്പോൾ അതല്ലാതെ വേറെ എന്താ ഉള്ളത്? ഒരു ഓഫ് സൈഡ് ഗോള് ഇങ്ങനെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ജൂഡ് ബെല്ലിംഗ്ഹാം. അതല്ലാതെ വേറെ ഒന്നുമില്ല. ജൂഡ് ബെല്ലിംഹാമിന്റെ ഓഫ് സൈഡ് ഗോളിന്റെ അവിടെ 5 or 6 പേര് ഓഫ് സൈഡ്, ഒരേ സമയം ഓഫ് സൈഡ്. അതായത് റയലിനെ സംബന്ധിച്ച് എങ്ങനെയും കളി തീർക്കാൻ പോവാ. എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയത്തില്ല, 90 മിനിറ്റ് ആയപ്പോൾ വിസിലടിച്ചു. എൻജുറി ടൈം കൊടുത്തായിരുന്നോ? ഞാൻ ഫാൻ ബോർഡിലാണ് മാച്ച് കണ്ടത്, എനിക്കതിൽ എൻജുറി ടൈം ഒന്നും കാണിച്ചില്ല. കറക്റ്റ് 90 മിനിറ്റും ഒരു 5 സെക്കൻഡ് ആയതും വിസിലടിച്ച്. ഫസ്റ്റ് ഹാഫിൽ അതുപോലെ തന്നെ 3 മിനിറ്റ് ആയിരുന്നു എൻജുറി ടൈം നൽകിയത്. അതിൽ 2 മിനിറ്റും 40 സെക്കൻഡ് ആയപ്പോഴും. കാരണം ഇതിപ്പം ആർക്കും കളിക്കണ്ട ആർക്കും പോയാൽ വീട്ടിൽ പോയാൽ എങ്ങനെ തീർക്കുക, വീട്ടിൽ പോവാ. ആ ഒരു മൈൻഡ് സെറ്റിൽ റെഫറി ആ മൈൻഡ് സെറ്റിലാണെന്നാണ് തോന്നുന്നത്. ഫാൻസിനെ കുറിച്ച് പറയണം. ബാഴ്സയുടെ സ്റ്റേഡിയം ഫുള്ള് തുറന്നതാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ആ ഒരു വാർത്ത കേട്ടില്ല കേട്ടോ ഒരിടത്തും. അതായത് 1,05,000 എന്തോ ആണ്, ഫുള്ള് തുറന്നു എന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. കിടിലൻ ക്രൗഡായിരുന്നു ഒന്നാമത്തത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു മാച്ച് ബാഴ്സയുടെ ഹോമിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ബാഴ്സയുടെ ഫാൻസിന്റെ ഭാഗത്ത് നിന്ന് വളരെ മോശം പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ബസ്സിന് കല്ലെറിയുക, റയലിന്റെ ബസ്സിന് കല്ലെറിയുക, ബസ്സിന്റെ കണ്ണാടി പൊട്ടി. കോമഡി എന്താണെന്ന് വെച്ചാൽ ബാഴ്സയുടെ കണ്ണാടിയും പൊട്ടി വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ ആർക്കാണ് എറിഞ്ഞതെന്ന് ഒരു പിടുത്തമല്ല. 2 ടീമിന്റെയും ബസ്സിന്റെ ചില്ലും എല്ലാം പൊട്ടിച്ച് പറക്കി വെച്ചിട്ടുണ്ട്. അതും ഒരു വഴി, അതങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ഗെയിമായി പോയി. ഞാൻ ഒരു എൽ ക്ലാസിക്കോ ആ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, അത് എനിക്ക് കിട്ടിയില്ല. നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ ഓവറോൾ നോക്കുന്ന സമയത്ത് ഭയങ്കര മോശം ഗെയിമൊന്നുമല്ല, ഒരു ഡീസൻറ്റ് ഗെയിം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ എടുത്ത് ടാക്ടിക്കലി ഒന്നും ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ പോകുന്നില്ല. കാരണം ഒന്നുമില്ല, റയലിന് ടാക്ടിക്സേ ഇല്ല. ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്ക് ചുമ്മാ അങ്ങ് പാസ് ചെയ്ത് കളിക്കുക, അത്രേ ഉള്ളൂ. ബാഴ്സയെ സംബന്ധിച്ച് ബാഴ്സയ്ക്ക് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബാഴ്സയ്ക്ക് അവരൊന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനും? ആ ഒരു മൈൻഡായിരിക്കും. സെക്കൻഡ് ഹാഫ് ഫുൾ ആ ഒരു മൈൻഡാണ്. പിന്നെ ഈ ഒരു റയലിന്റെ സൈഡിൽ നോക്കുന്ന സമയത്ത് അവരുടെ ഗോൾ കീപ്പർ 5 സേവ് എന്തോ ആണ് ഈ ഒരു മാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഗോൾ കീപ്പർ ഇല്ലെങ്കിൽ ഈ മാച്ച് എനിക്ക് തോന്നുന്നു 6 or 7 ഗോൾ അവർ പുഷ്പം പോലെ ബാഴ്സ അടിച്ചിട്ട് പോയേനെ. ഈസി ആയിട്ട് ഒരു 4 ഗോളെങ്കിലും ബാഴ്സ മിനിമം അടിക്കുമായിരുന്നു. കാരണം അവരുടെ കിടിലൻ സേവ് ഉണ്ടായിരുന്നു. റാഷ്ഫോർഡിന്റെ ആ ഒരു ഫസ്റ്റ് ഹാഫിലെ ആ ഒരു സേവ്, അത് ഞാൻ ഗോളായെന്നാണ് വിചാരിച്ചത്, അത് സേവ്. പിന്നെ ആ ഫിർമിന്റെ ഒരു സേവ് ഉണ്ടായിരുന്നു. പിന്നെ റാഫിഞ്ഞാണെന്ന് തോന്നുന്നു, റാഫിഞ്ഞയുടെ ലെവൻഡോസ്കിയുടെ ഒരു സേവ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സേവുകൾ നടത്തി ആളുടെ 100% കൊടുത്തിട്ടുണ്ട്. വേറെ ആരും റയലിൽ ഒരു മനുഷ്യനില്ല 100% കൊടുത്താൽ. റയലിന്റെ ട്രാവലിംഗ് ഫാൻസിനെ പറയാം 100% കൊടുത്തു, നിങ്ങൾ പോയി കളി കണ്ടു. അതല്ലാതെ വേറെ ഒരാളെ പറയാനില്ല അവിടെ. ഇനി നമ്മൾ ഈ ഒരു ബാഴ്സയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഫിർമിൻ ലോപ്പസ് അന്യായ കളിയാണ്. ഫുൾ എഫേർട്ട് ഇടുവാണ്, മരിച്ച് കളിക്കാന്നൊക്കെ പറയാം. അതുപോലെ ഗാവിയുടെ ഫുൾ എഫേർട്ട് നമ്മൾ കണ്ടു. വേറെ ആരും ഫുൾ എഫേർട്ട് ഒന്നും ഇടുന്നില്ല. വേറെ എല്ലാവരും കാമായിട്ട് അങ്ങ് കളിക്കുകയാണ്. പിന്നെ റാഷ്ഫോർഡിനെ എപ്പോഴും ലെഫ്റ്റിലാണ് യൂസ് ചെയ്യുന്നത്. റാഷ്ഫോർഡ് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ആളെ സെൻട്രൽ ഫോർവേഡിൽ കളിപ്പിക്കാം, റൈറ്റിൽ കളിപ്പിക്കാം, ലെഫ്റ്റിൽ കളിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെ അറ്റാക്കിങ്ങിൽ ഈ 3 പൊസിഷനും കളിപ്പിക്കാം. ഞാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആളെ ഒന്ന് സെൻട്രൽ ഫോർവേഡിൽ കളിപ്പിച്ച് നോക്കാം എന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാഴ്സയുടെ ഇടയ്ക്കൊരു സമയത്ത് ബാഴ്സ ഭയങ്കര വീക്കായിരുന്നു സെൻട്രൽ ഫോർവേഡ്. കാരണം ഗോൾ അടിക്കുന്നില്ല ആരും. പിന്നെയാണ് ഈ ഒരു ഫിർമിൻ ഗോൾ അടിച്ച് വന്നത്, ഫെറാൻ ടോറസ് ഗോൾ അടിച്ച് വന്നത്. ഈ ഒരു മാച്ചിൽ റൈറ്റിലായിരുന്നു കളിപ്പിച്ചിരുന്നത്. ആര് ഗോൾ അടിച്ചു എന്നതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്തോ? റൈറ്റിൽ കുറച്ച് പാസസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് 1-2 ഗ്രൗണ്ട് മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്രോസ് വളരെ പുവർ ക്രോസാണ് നൽകിയിരുന്നത്. ക്രോസ് ഒക്കെ എങ്ങോട്ടോ തെക്കും വടക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് ഒരു പെർഫോമൻസ് വന്നത്. ഫെറാനെ സംബന്ധിച്ച് ആ ഒരു നമ്പർ 9 റോളാണ്. ആ ഒരു റോള് അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഡാനി ഓൽമോ, പെഡ്രി, ഗാവി, അതുപോലെ തന്നെ എടുത്തു പറയേണ്ട പേരാണ്
ഈ ഒരു ഫെർമിൻ. ഇത്രയും പേര്, ഈ 4 പേരാണ് സത്യം പറഞ്ഞ എഞ്ചിനാണ് മൊത്തത്തിൽ ഒരു എഞ്ചിൻ പാക്കേജ്, എഞ്ചിൻ ഓയിൽ എന്തിനൊക്കെ വേണോ സംഭവം എല്ലാം ഇത് 4 പേരും കൂടെ അങ്ങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിഫൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിഫൻസിൽ ആ ഒരു പൗക്കു ബാർസി ഫസ്റ്റ് ഹാഫിൽ ഒരു കിഡിലൻ ടാക്കിൾ ചെയ്യും, മറ്റേ വിനീഷ്യസിന് ടാക്കിൾ ചെയ്യും, കിഡിലനായിരുന്നു അത്. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഗോൺസാല ഗാർഷ്യ അല്ലല്ലേ, അത് എറിക് ഗാർഷ്യ. 3 ഗാർഷ്യ ഉണ്ടേ. ജുവൻ ഗാർഷ്യ, ഗോൺസാല ഗാർഷ്യ റയലിൻ്റെത്, എറിക് ഗാർഷ്യ ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ജൂഡ് ബെല്ലിംഗ്ഹാം ഒരു ബോൾ കൊടുക്കും, വിനീഷ്യസ് അത് ടാപ്പ് ചെയ്തു എന്നാണ് ഞാൻ വിചാരിച്ചത്. എറിക് ഗാർഷ്യ മരിച്ചങ്ങ് എടുത്തു കളഞ്ഞ ആ ബോൾ, അടിച്ചങ്ങ് കളഞ്ഞ. അത് കിടിലനായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. അങ്ങനെ കുറച്ച് കിടിലൻ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഓവറോൾ നമ്മളൊരു എൽ ക്ലാസിക്ക് എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് കിട്ടിയില്ല. അത് മാത്രമാണ് എൻ്റെ ഒരു വിഷമായിട്ടുള്ളൊരു കാര്യം. കാരണം ഈ സീസണിലെ അവസാനത്തെ എൽ ക്ലാസിക്കാണ്. ഇത് തീർന്നു, സീസൺ ഓൾമോസ്റ്റ് മൊത്തത്തിൽ തീർന്നു. അതായത് ഇനി ഇപ്പൊ ബാഴ്സയെ സംബന്ധിച്ച് ഇനി ബാഴ്സയ്ക്ക് അക്കാഡമി പ്ലേയേഴ്സിനൊക്കെ ചുമ്മാ കളിപ്പിക്കാന്നുള്ളൂ. കാരണം കപ്പടിച്ചു കഴിഞ്ഞു ഓൾറെഡി ബാഴ്സ ഈ മാച്ച് സമനിലയായ ബാഴ്സ കപ്പാണ്. അതാണ്. പിന്നെ ഈ 2 ടീമും അവരുടെ ഫുൾ എഫേർട്ട് ഇടാത്തതിന് വേറൊരു കാരണം കൂടെ കാണുമായിരിക്കും. വേൾഡ് കപ്പ് വരുവാണല്ലോ, ഇനിയൊരു 30 ദിവസവും 32 ദിവസം എന്തോ ഉള്ളൂ വേൾഡ് കപ്പിന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുൾ എഫേർട്ട് ഇട്ട് ഇഞ്ചുറി ആയി അത് പിന്നെ വേറെ മെന്റലി ഡൗൺ ആക്കും പ്ലേയേഴ്സിനെ സംബന്ധിച്ച്. കാരണം വലിയൊരു കോമ്പറ്റീഷൻ കളിക്കാൻ കിട്ടുന്ന ഒരു അവസരം തൊലഞ്ഞു പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ പിന്നെ ഈ മാച്ച് ജയിച്ചാലും വലിയ പ്രയോജനമൊന്നുമില്ല, റയൽ ജയിച്ചാലും ഒരു പ്രയോജനമില്ല. ബാഴ്സ തോറ്റാലും കുഴപ്പമില്ല, ബാഴ്സയ്ക്ക് അടുത്ത മാച്ചിലൊക്കെ ഒരു സമനില മതി ബാഴ്സയ്ക്ക് കപ്പടിക്കാൻ. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള ഒരു കാമായിട്ടുള്ള ഒരു ഗെയിം, വലിയ ടഫായിട്ടുള്ള ടാക്കിളുകൾ, അങ്ങനത്തെ പരിപാടിയൊന്നും കണ്ടില്ല. 2 അടി നടന്നല്ലോ, രണ്ടും സത്യം പറഞ്ഞ കോമഡിയാണ്. ഫസ്റ്റത്തെ വിസിലടിച്ചതിന് ശേഷം ആ ബോൾ കൊണ്ടുപോയി അടിച്ച് ഗോളാക്കിയതിനാണ് അവിടെ ഒരു ചെറിയ ഇത് നടന്നത്. പിന്നെ അത് ഉള്ളത് അറിയാലോ, അതൊരു വലിയ ടാക്കിളോ വലിയ സംഭവമൊന്നുമല്ല, ചെറിയൊരു ബോഡി ഇട്ടുള്ളൊരു ഫൗളാണ്. അതിനാണ് ആ ഒരു 2ാമത്തെ സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. എല്ലാത്തിനും കാർഡ് വെച്ച് അങ്ങ് കൊടുത്തിട്ടുണ്ട്, ഓരോ കാർഡ് എല്ലാവർക്കും അങ്ങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു ഹാൻസി ഫ്ലിക്ക് വന്നതിന് ശേഷം ഹാൻസി ഫ്ലിക്ക് ഉണ്ടായിരുന്ന എല്ലാ മാച്ചും ബാഴ്സ ജയിച്ചു. 6 മാച്ചാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ സീസണിൽ 4 ഈ സീസണിൽ ഇപ്പോൾ 2. ഹാൻസി ഫ്ലിക്ക് ഉണ്ടായിരുന്ന എല്ലാ മാച്ചും ജയിച്ചു. ഇടയ്ക്കൊരു മാച്ചിൽ ഹാൻസി ഫ്ലിക്ക് ഇല്ലായിരുന്നു, 1-2 ഇവര് ജയിച്ച ഈ സീസണിലെ ഫസ്റ്റത്തെ എൽ ക്ലാസിക്കോ, അതിൽ ഹാൻസി ഫ്ലിക്ക് ഇല്ല. ആ ഒരു മാച്ചിന് മുമ്പ് റെഡ് കാർഡ് എന്തോ വാങ്ങിയിട്ട് ആളില്ലായിരുന്നു ആ മാച്ചിൽ. അത് അല്ലാതെ ഹാൻസി ഫ്ലിക്കിന്റെ കീഴിലുള്ള എല്ലാ മാച്ചും ജയിച്ചിട്ടുണ്ട്. ആളുടെ ടീമായിട്ടുള്ള ബാഴ്സ ജയിച്ചിട്ടുണ്ട്. അതായത് ബാഴ്സലോണയുടെ 100% എഫേർട്ട് ബാഴ്സ ഇട്ടായിരുന്നതാണ്. നിങ്ങൾക്ക് തോന്നി അങ്ങനെ? എനിക്കത് തോന്നിയില്ല. ഞാൻ ഇവരിങ്ങനെ കളിക്കുന്നതെന്നാണ് ഞാൻ നോക്കിയത്. കാരണം റയലിന്റെ കേസ് വിടുക, റയൽ ഈ സീസൺ ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് റയൽ സീസൺ. പക്ഷെ ബാഴ്സ ഈ ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് മാത്രമല്ല, ഇത് എൽ ക്ലാസിക് ആണല്ലോ, ഒരു റൈവൽ ഗെയിം അല്ലേ, ഫ്രണ്ട്ലി മാച്ച് ഉണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫ്രണ്ട്ലി മാച്ച് ഉണ്ടായിരുന്നു, 1 ഗോളിന് എന്താണ് ജയിക്കുന്നതെന്ന് തോന്നുന്നു ബാഴ്സ. ആ ഫ്രണ്ട്ലി മാച്ച് കണ്ടവർക്കറിയാം, അത് ഇതിലും നല്ല മാച്ചായിരുന്നു. ഫ്രണ്ട്ലി മാച്ച് കഴിഞ്ഞ സീസണിന്റെ ആ ഒരു പ്രീ സീസൺ മാച്ച്, അത് ഇതിലും നല്ല ഫ്രണ്ട്ലി മാച്ച്. അത് ഫെർമിൻ ലോപ്പസ് എന്താണ് ആ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്, അതൊരു ബോക്സിന് വെളിയിൽ നിന്ന് എന്തോ അടിച്ച ഗോളാണ്. അത് കിട്ടില്ല മാച്ചായിരുന്നു അത് ഇതിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ ആ രീതിയിലാണ് ഈ ഒരു മാച്ച് പോയിട്ടുള്ളത്. എന്തായാലും ബാഴ്സയെ സംബന്ധിച്ച് അവർ 29ാമത്തെ ലാലിഗ ട്രോഫി സ്വന്തമാക്കി. ഈ സീസണിലെ 2ാമത്തെ ട്രോഫിയാണ്. ഹാൻസി ഫ്ലിക്ക് വന്നതിന് ശേഷം 5ാമത്തെ ട്രോഫി. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാമിൻ യമാൽ 3ാമത്തെ ലാലിഗയാണ് സ്വന്തമാക്കുന്നത്. ആൾക്ക് 18 വയസ്സെന്തായിട്ടുള്ളൂ. ആള് ഇനി 2 മാസം ആകണമെന്ന് തോന്നുന്നു ആൾക്ക് 19 വയസ്സാകാൻ. അപ്പോൾ 3 ലാലിഗ നേടിക്കഴിഞ്ഞു ആള് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ. അപ്പോൾ ബാഴ്സയെ സംബന്ധിച്ച് ബാഴ്സയ്ക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ സൈഡ് മൊത്തം ഇഞ്ചുറിയാണ്. എനിക്ക് തോന്നുന്നു ഒരു 5-6-7 പേർക്ക് ഇഞ്ചുറിയാണ്. പിന്നെ ഒരെണ്ണത്തെ അടിച്ച് കടത്തിയിരിക്കുകയാണ് വാൽവർദെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എഫേർട്ട് ഈ ഒരു മാച്ചിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു നല്ല മാച്ച് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ബാഴ്സയെ സംബന്ധിച്ച് യമാലില്ല, അതായിരുന്നു ഏറ്റവും വലിയൊരു കുറവായിരുന്നത്. പക്ഷെ അത് ഈ മാച്ചിലൊന്നും ആവശ്യമില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ മാച്ചിൽ അവർ ചുമ്മാ ഒരു ട്രിപ്പ് വന്ന പോലെയാണ്. അതായത് ഈ ബാഴ്സലോണയിലേക്ക് ഒരു ട്രിപ്പ് വന്നു, ഒരു കളി കളിച്ചു, അവർ പോവുകയാണ്.
ആ ഒരു രീതിയിലുള്ള ഒരു മാച്ചായി പോയി. സാധാരണ രണ്ട് ടീമുകൾ കളിക്കുന്ന മാച്ചാണെങ്കിൽ എനിക്ക് പ്രശ്നമേ ഇല്ല. പക്ഷെ ഇത് രണ്ട് റൈവൽ ടീംസാണ്. അവരുടെ എത്ര മോശം സിറ്റുവേഷൻ ആണ് എന്തൊക്കെയാണെങ്കിലും അവരവരുടെ ഫുൾ എഫേർട്ട് ഇടുമല്ലോ. ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു റയൽ ആ ഒരു മാൻ സിറ്റിക്കെതിരെ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ മാച്ചിൽ അവരിട്ട നല്ല എഫേർട്ട് ഇട്ട് അവർ കളിച്ചു. പക്ഷെ ഈ മാച്ചിൽ അതൊന്നും കണ്ടില്ല. ഒരു രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ പറ്റിയില്ല. റയലിനെ സംബന്ധിച്ച് ഈ ഒരു മാച്ച് ജയിച്ചിട്ട് ഫാൻസിനൊരു നല്ല രീതിയിലുള്ള ഒരു കാര്യം കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കണം റയൽ ഈ മാച്ചിന് പോകേണ്ടത് എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ആയിരുന്നത്. പക്ഷെ റയലിന്റെ സംബന്ധിച്ച് അത് തൊലച്ചു, അത്രേ ഉള്ളൂ. മാച്ചിലെ സ്റ്റാറ്റ്സ് കൂടെ നമുക്ക് നോക്കിയിട്ട് പോവാം. അതായത് ബോൾ പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാഴ്സ 57%, മറുഭാഗത്ത് 43%. ചാൻസസ് ബാഴ്സ 3 ക്രിയേറ്റ് ചെയ്തു, മറുഭാഗത്ത് റയൽ 1 ക്രിയേറ്റ് ചെയ്തു. ടോട്ടൽ ഷൂട്ട്സ് 10, ബാഴ്സ 10 അടിച്ചു, റയൽ 8. ഓൺ ടാർഗറ്റിലേക്ക് ബാഴ്സ 7, റയൽ 1. കോർണർ കിക്ക് ബാഴ്സ 4, റയൽ 8. സാധാരണ കോർണർ ബാഴ്സ കൂടുതൽ കോർണർസ് വാങ്ങാറുണ്ട്. പക്ഷെ ഈ മാച്ചിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റിയില്ല. അതിനൊരു കാരണം യമാലാണ് കേട്ടോ. യമാൽ ആ ഒരു വിങ്ങിൽ കട്ട് ചെയ്ത് ബോക്സിനകത്ത് കയറിയിട്ട് അവിടെ അവസാനം കോർണറാക്കി മാറ്റി. അങ്ങനെ കുറേ മൂവ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഈ മാച്ചിൽ ആ കോർണേഴ്സിന്റെ അളവ് പകുതിയായി മാറി. പിന്നെ നമ്മൾ നോക്കുമ്പോൾ പാസിന്റെ കാര്യത്തിൽ ബാഴ്സ 527 പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മറുഭാഗത്ത് 394 പാസ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാൻ പറ്റും, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇതുവരെ ഇത്രയും നേരം കണ്ടിട്ടുള്ള ആൾക്കാർ തന്നെ പകരം കുറവായിരിക്കും. തുടക്കത്തിൽ തന്നെ ഞാൻ ഈ മാച്ച് കൊള്ളത്തില്ല അങ്ങനത്തെ രീതിയിൽ പറയുമ്പോഴേ തന്നെ ആൾക്കാർ ക്വിറ്റ് ചെയ്യാൻ പോകാനാണ് കൂടുതൽ സാധ്യത. അപ്പൊ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കമന്റ് ഇടുക, ഞാൻ ഫുള്ളായിട്ട് കണ്ടു എന്ന് പറഞ്ഞിട്ട്. നമുക്ക് നോക്കാം എത്ര പേര് ഉണ്ടെന്നത്. പിന്നെ എന്താ പറയാ, തീർന്നു, അത്രേ ഉള്ളൂ. ഈ ഒരു മാച്ചും തീർന്നു. ലാലിഗ ഞാൻ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ലാലിഗയുടെ. ഇനിയിപ്പോ ലാലിഗ കാണേണ്ട ആവശ്യമില്ല, എല്ലാം കഴിഞ്ഞല്ലോ. എല്ലാം ഒരു കരയ്ക്ക് എടുത്തിട്ടുണ്ട്. ലാലിഗ കപ്പ് പോയി. അപ്പോ ഈ സീസൺ ഒരു ട്രോഫിയും ഒന്നുമില്ലാത്ത ഒരു സീസൺ, തുടർച്ചയായിട്ട് 2ാമത്തെ തവണ. ഇനി നമുക്ക് ഈ ഒരു ചാനലിൽ തന്നെ ഞാൻ ഈ രണ്ട് ടീമിന്റെയും ട്രാൻസ്ഫർ അപ്ഡേറ്റ്സും അടുത്ത സീസണിലെ പ്രതീക്ഷകളും എല്ലാം ഇടുന്നതായിരിക്കും. വേൾഡ് കപ്പ് ഇടയിലുണ്ട്, നോക്കാം. നമുക്ക് ഭയങ്കര ടൈറ്റ് ആണ് സംഭവം. ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്, അതുകൊണ്ടുള്ള ഒരു ടൈറ്റ്നെസ് ഉണ്ട്. നോക്കാം എന്താകും, നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റിൽ പറയാം. പിന്നെ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞല്ലോ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡ് സ്റ്റാർ.